സങ്കീർത്തനം 143. യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് യാതൊക്കെ ചെയ്തു തരണമേ. നിന്റെ വിശ്വസ്തയാലും നീതിയാലും എനിക്ക് ഉത്തരമരണമേ. അടിയന് ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകുകയില്ലയോ. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവർ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാൾ ഓർക്കണമേ. നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ എൻ്റെ കൈകളെ നിന്നിലേക്ക് മലർത്തുന്നു. വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. യഹോവ വേഗം എനിക്ക് ഉത്തരമരണമേ. എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖത്ത് എനിക്ക് മറക്കരുതേ. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാകണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളം നിന്നിലേക്ക് ഉയർത്തുന്നുവല്ലോ. യഹോവ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നല്ലോ. ഞാൻ നിന്റെ ആത്മാവ് നേർനിരത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. യഹോവ നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടത്തിൽ നിന്ന് ഉദ്ധരിക്കണമേ. നിന്റെ ദയയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരൊക്കെ നശിപ്പിക്കണമേ. ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ. ആമേൻ.